ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടുകയും വേണ്ട. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനത്തിൽ ഈശോയുടെ ജനന സമയത്ത് മാലാഖമാർ പറയുന്നത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനം, ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ലൂക്കായുടെ സുവിശേഷത്തിൽ അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം. ഈശോയുടെ ആഗമന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുക എന്നുള്ളതാണ്. യേശു സമാധാനത്തിൻ്റെ രാജാവാണ്. യെശയ്യായുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ അവൻ സമാധാനത്തിൻ്റെ രാജാവ് എന്ന് വിളിക്കപ്പെടും എന്ന് യെശയ്യാ പറയുന്ന ഒരു പ്രവചനവചനമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനത്തിൽ അവൻ നമ്മുടെ സമാധാനമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നു. യഥാർത്ഥത്തിൽ യേശുവിനെ രക്ഷകനും നാഥനും രാജാവുമായി ഒരുവൻ ഹൃദയത്തിൽ പൂജിക്കുമ്പോൾ അവന് ലഭിക്കുന്ന ദൈവീക കൃപയാണ് ഈ സമാധാനം എന്ന് പറയുന്നത്. അത് പിതാവായ ദൈവത്തിലൂടെ പുത്രനായ ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ സഹകരണത്തോടെ ഒരു മനുഷ്യന് ലഭിക്കുന്ന കൃപയാണ് ഈ സമാധാനം. സഭ ആധുനിക ലോകത്തിൽ എന്ന 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പാസ്റ്ററൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിൻ്റെ 78-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെയാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. യുദ്ധമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ അഭാവമല്ല സമാധാനം എന്ന് പറയുന്നത്. അത് സ്വേച്ഛാധിപത്യത്തിൻ്റെ പരിണിത ഫലവുമല്ല. യഥാർത്ഥത്തിൽ പിതാവായ ദൈവത്തിൽ നിന്ന് മിശിഹായിലൂടെ ഒഴുകിയിറങ്ങുന്ന സമാധാനമാണ് യഥാർത്ഥത്തിലുള്ള സമാധാനം എന്ന് നമ്മെ സഭ പഠിപ്പിക്കുകയാണ്. ഓരോ ക്രിസ്ത്യാനിയുടെയും ഹൃദയങ്ങളിലൂടെ, ജീവിതങ്ങളിലൂടെ അയൽക്കാരനോടുള്ള സ്നേഹത്തിൽ വേരുപാകിയാണ് ഈ സമാധാനം ഈ ലോകത്തിൽ സ്ഥാപിക്കപ്പെടേണ്ടത്. ആ സമാധാനത്തെ പറ്റിയിട്ടാണ് ഈശോ നമ്മോട് ഇവിടെ അരുളി ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമുക്കും സ്വയം നമ്മെ തന്നെ ഈ സമാധാനം സ്വീകരിക്കുവാൻ ഒരുക്കാം. ക്രിസ്തുവാകുന്ന സമാധാനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്കും ഈ ലോകത്തിൽ സമാധാനത്തിൻ്റെ വക്താക്കളായി നമ്മുടെ ജീവിതത്തിലും ലോകത്തിലും സമാധാനം സ്ഥാപിക്കുന്നവരായി മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.